പ്രിയപ്പെട്ടവരെ, വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സാഹിത്യ അഭിരുചി വളർത്തുന്നതിന് വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് അധ്യാപകർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ദിനത്തിൽ മാത്രം ഒതുക്കാതെ നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുക, നന്നായി വായിക്കുക, നല്ല ചിന്തകൾ വളർത്തുക, അതിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തും. എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. വായനയുടെ ആചാര്യനായ, മലയാളിയെ വായിക്കാൻ പഠിപ്പിച്ച, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഗ്രന്ഥശാലകൾ നിർമ്മിച്ച ശ്രീ പുതുവായിൽ നാരായണ പണിക്കരുടെ ചരമദിനം. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂരിൽ 1909 മാർച്ച് 1 ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി ജനിച്ചു. ഇദ്ദേഹം സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ദിവസം നാം വായനാ ദിനമായി ആചരിക്കുന്നത്. സാധാരണ വായനാ വാര ആഘോഷമാണ് സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നത്. എന്നാൽ കോവിഡ് എന്ന മഹാമാരി സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ വെർച്വലായിട്ട് മാത്രമേ നമുക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അതും 1 മാസക്കാലമാണ് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നല്ല വായന മനുഷ്യനെ സംസ്കാര സമ്പന്നനാക്കുന്നു. മഹാന്മാരെല്ലാം വായിച്ചു വളർന്നവരാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വായനാ ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. വീടു വീടു, പൂച്ച പൂച്ച, ആന ആന, മല മല, മര മരം. ഞാനിവിടെ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. പരാജയപ്പെട്ട പൂവൻ കോഴി. ഒരിടത്ത് 2 പൂവൻ കോഴികൾ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ തർക്കമുണ്ടായി. ആരാണ് കൂടുതൽ ശക്തൻ? തർക്കം മൂത്ത് അവർ യുദ്ധം തുടങ്ങി. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു കോഴി വൈക്കോൽ കൂമ്പാരത്തിൽ നിന്ന് താഴേക്ക് വീണു. വിജയായ കോഴി വൈക്കോൽ കൂനയുടെ മുകളിൽ നിന്ന് സന്തോഷ സൂചകമായി കൂവുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് അതുവഴി പറന്നു വന്ന ഒരു കഴുകൻ ഈ കോഴിയെ റാഞ്ചി എടുത്തുകൊണ്ട് പറന്നു പോയി. കൂട്ടുകാരെ, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ചിരിച്ചും ചിന്തിപ്പിച്ചും അറിവ് പകർന്നും മൂല്യങ്ങളെ ഊട്ടിയുറപ്പിച്ചും എന്നെ സ്വാധീനിക്കുന്ന എൻ്റെ കളിക്കൂട്ടുകാർ, എൻ്റെ പുസ്തകങ്ങൾ. വായന ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നു. പുസ്തക താളുകളിലെ നറുമണം നമുക്ക് ലഹരിയാകട്ടെ. നമുക്ക് വായിച്ചു വളരാം. നാളെയുടെ വാഗ്ദാനങ്ങളാകാം. എല്ലാവർക്കും എൻ്റെ വായനാ ദിനാശംസകൾ. അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ. വിദ്യാർത്ഥികളായ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം അറിവ് നേടുക എന്നതാണ്. കുട്ടിയായിരിക്കുമ്പോൾ നാം അച്ഛനമ്മമാരിൽ നിന്ന് കണ്ടും കേട്ടും അറിവുകൾ നേടുന്നു. പിന്നീട് വിദ്യാലയങ്ങളിൽ എത്തുന്ന നാം അധ്യാപകരിലൂടെ സ്വയം അറിവുകൾ നേടാൻ പ്രാപ്തരാകുന്നു. അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകമായുള്ള ചങ്ങാത്തം അനിവാര്യമാണ്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായന വേണം, വായന വേണം, വായന വേണം, അറിവതു നേടാൻ. കഥകൾ, പാട്ടുകൾ, പൊതുവിജ്ഞാനം, കളിയും കാര്യവും ഇങ്ങനെ പലതും. ഒരിടത്ത് അഹങ്കാരിയായ ഒരു മുയൽ ഉണ്ടായിരുന്നു. എല്ലാവരെയും കളിയാക്കലാണ് അവന്റെ ജോലി. താൻ വലിയ ഓട്ടക്കാരൻ എന്നാണ് മുയലിന്റെ ഭാവം. ഒരു ദിവസം മുയൽ ഒരു ആമയെ കണ്ടു. മുയൽ ആമയെ കളിയാക്കി. അയ്യയ്യേ, നിനക്ക് എന്നെ പോലെ ഓടാൻ പറ്റില്ലല്ലോ. മുയലിന്റെ കളിയാക്കൽ കേട്ട് ആമയ്ക്ക് ദേഷ്യം വന്നു. എല്ലാവർക്കും നമസ്കാരം. ജൂൺ 19 വായനാ ദിനം. ശ്രീ PM മണിക്കറുടെ ചരമദിനമാണ് വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയകൾ വായനയുടെ ഇടം കവർന്നിരിക്കുന്നു. പുതിയ കാലത്തും ടെക്നോളജികൾ വളരെ അത്യാവശ്യമാണെങ്കിലും ആഴത്തിലുള്ള അറിവിന് വായന കൂടിയേ തീരൂ. വായിച്ചു വളരാൻ, അറിവ് നേടാൻ, അറിവ് പകരാൻ പുതിയ തലമുറയ്ക്ക് കഴിയട്ടെ. നന്ദി, നമസ്കാരം.
രമണൻ എന്ന കാവ്യം എഴുതിയത് ആരാണ്? ചങ്ങമ്പുഴ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? അവകാശികൾ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ്? ഗാന്ധിജി. P.N. പണിക്കർ ജനിച്ചത് എവിടെയാണ്? നിലമ്പൂർ. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. കുറച്ച് അക്ഷരങ്ങൾ പറയട്ടെ. എ എലി, ഏണി, ഐരാവതം, ഉച്ച്, ഓന്ത്, ഔഷധം, അംബുജം. താങ്ക് യു. താര വരച്ചു വീട് വരച്ചു, താര വരച്ച വീട് താരയുടെ വീട്. അമ്മ. ഇല. Reading gives us knowledge. Reading is a habit that can make us all a better person. Reading novels, stories, poems, etc. entertain us. It helps to relax our mind. This definitely is a healthy exercise to our mind. പുസ്തകമെന്ന ചിപ്പിക്കുള്ളിൽ വിജ്ഞാനങ്ങൾ പലതാണ്. കഥകൾ, കവിതകൾ, പാട്ടുകളെല്ലാം അങ്ങനെ പലതരം അറിവാണ്. അക്ഷരമധുരം നുണയാനായി പുസ്തക വായന ശീലിക്കാം. മൊബൈൽ ഫോണിൽ തലകുമ്പിട്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. ഇന്നത്തെ കുട്ടികൾ അറിയുന്നില്ല വായന നമുക്ക് തരുന്ന അഭിരുചി എന്തെന്ന്. വായനയുടെ മഹത്വം മനസ്സിലാക്കി തന്ന ഒരുപാട് നല്ല എഴുത്തുകാർ നമുക്ക് ചുറ്റുമുണ്ട്, എഴുത്തച്ഛൻ മുതൽ കുമാരനാശാൻ വരെ. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് ഇന്നത്തെ സമൂഹം വാഴുന്നത്. ഇന്നത്തെ കുട്ടികളോട് ഒരു എഴുത്തുകാരനെയോ ഒരു കഥയോ ഒരു കവിതയോ ചോദിച്ചാൽ അവരാദ്യം സെർച്ച് ചെയ്യുക ഗൂഗിളിലായിരിക്കും. അത്രയ്ക്ക് വിചിത്രമായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം. I start with a famous quote, a reader lived 1,000 years before he died. As you know that, the government of Kerala has been celebrating June 19 as the day of Reading Week and following week as Reading Week. We have been celebrating Reading Day in memories of late P.N. Panikkar, the father of library movement of our Kerala. He died 19th June 1995. At last, the government of Kerala accepted the contribution of P.N. Panikkar and ordered June 19 as the day of Reading Day. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന പ്രശസ്തനായ ബാലസാഹിത്യകാരൻ M.S. കുമാറിന്റെ കല്ലുമുത്തശ്ശി കഥ പറയുന്നു എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ഈ പുസ്തകം ചിരിയും ചിന്തയും നിറയ്ക്കുന്ന കുട്ടിക്കഥകളുടെ കലവറയാണ്. ഈ കല്ലുമുത്തശ്ശി ഉണ്ടല്ലോ, കഥ പറയാൻ മിടുക്കിയാണ്. കാക്കിക്ക് ആ പേര് കിട്ടിയ കഥ, കോഴിയെ തിന്നാൻ കോഴവേഷം കിട്ടിയ കുറുക്കന്റെ കഥ, പല്ലുപോയ മുതലമാമൻ ഇരയെ പിടിക്കുന്ന കഥ, ശാപ്പാട് രാമൻ, ഉണ്ടത്തലയൻ, ഇഡലിക്കണ്ണൻ, അങ്ങനെ ഒത്തിരി ഒത്തിരി രസകരമായ കഥകൾ. अमल कैसा हो बेटा?
ठीक हो दादाजी, आप कैसे हैं? मैं भी ठीक हूँ। चेन्नई कैसे है? अच्छा है। How great to see with the eyes cats in the sky. How lucky to smell with the nose fragrant jasmine and repose. ഇത് ഞാൻ വായിച്ച ഒരു കഥയിലെ കഥാപാത്രങ്ങളാണ്. ഞാൻ വായിച്ച കഥയുടെ പേര് ആമയും മുയലും എന്നാണ്. ഈ രണ്ട് എൻ്റെ കൂട്ടുകാരൻ മുയലച്ഛനും ആമയും കൂടിയുള്ള ഒരു ഓട്ട മത്സരത്തിന്റെ കഥയാണ്. കണ്ണുകൾ തുറന്ന സ്വപ്നം കാണാൻ പഠിപ്പിച്ച അത്ഭുത ലോകമാണ് വായന. വീണ്ടും വീണ്ടും തുറക്കാനാവുന്ന സമ്മാന പൊതിയാണ് ഒരു പുസ്തകം. ഒരു പുസ്തകം എന്നാൽ പാക്കറ്റുകൾ കൊണ്ട് നടക്കുന്ന ഒരു പൂന്തോട്ടം പോലെയാണ്. Good morning. As you all know, today, 19th of June is celebrated as Reading Day in the remembrance of Sri P.N. Panikkar, the father of library movement. This is the best time to open the wonderful world of books. Read at least one book in a week. Come, read and enjoy the world of knowledge. Thank you. എന്താണ് ആദ്യമായി വായിച്ചതെന്നും ഓർമ്മയില്ല. ആരാണ് വായിക്കാൻ പഠിപ്പിച്ചതെന്നും ഓർമ്മയില്ല. എങ്കിലും വായനാട്ടിൽ ഓർക്കുവാൻ പലതുമുണ്ട്. കുമാരനാശാൻ, വള്ളത്തോൾ, ബഷീർ, ഒൽമിക്കുറിപ്പ്, മാധവിക്കുട്ടി തുടങ്ങി മലയാളത്തിൽ വായനയുടെ സുഹൃത്തും പകർന്നവർ നിരവധി പേരുണ്ട്. Today I am going to recite my own poem, Starting Trouble. I want to write something. I took a paper and pencil, but I can't write anything. What to write? How to write? I don't know, but I want to write something. Long time I searched for a topic, but it is a waste of time. I scratched, hit my head, but no use, feel only pain. വായിക്കാനുള്ളത് ഒരു വായന ദിനം കൂടി വരവായി. ഇന്ന് വായന കുറഞ്ഞു വരികയാണ്. നമ്മുടെ പുതിയ തലമുറയുടെ കണ്ണുകൾ സ്ക്രീനിലേക്കും വിരലുകൾ കീബോർഡിലേക്കും ചുരുങ്ങുന്നു. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്നു പങ്ക് വളരെ വലുതാണ്. അകലക്കിനാവിന്റെയും മരത്തെന്നമ്മ അരികെ വായൻ മാടിയിരിക്കവേ. അകലക്കിനാവിന്റെയും മരത്തെന്നമ്മ അരികെ വായൻ മാടിയിരിക്കവേ. യാത്ര വളരെ ഇഷ്ടമാണ്. കവിത എഴുതിയ കാലത്തും എഴുത്തു നിർത്തിയ കാലത്തും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട്. സന്ധ്യാസമയം പാത ജനാനിബിഡമായിരുന്നു. പ്രഷർ കാറുകൾ, ബസ്സുകൾ, ജഡ്ഗകൾ, കാളവണ്ടികൾ, റിക്ഷകൾ, പുതുമയുടെ വായന മരിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. വായനയുടെ രൂപവും രീതികളുമാണ് മരിക്കുന്നത്. ഇന്റർനെറ്റും ഇമെയിലും ഉപയോഗിക്കുന്നവരാണ് നാം എല്ലാവരും. ഇതൊക്കെ വന്നതോടെ പുതിയ ജനതയ്ക്ക് കത്തെഴുതുന്നതിലും വായനയുമൊക്കെ വേണ്ടാതായി. ഏറെ സ്വാധീനിച്ച P.N. പണിക്കരുടെയും കവികളെയും നമുക്ക് ഈ വായനാ ദിനത്തിൽ ആദരിക്കാം. ഇത്രയും ഇന്നത്തെ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അന്ന അൻസലിൻ. പ്രധാന വാർത്തകൾ. വാക്സിൻ ഉൽപാദനം കർമ്മസമിതിയായി. ലക്ഷദ്വീപ് 2 വിവാദ ഉത്തരവ് പിൻവലിച്ചു. ട്രോളിംഗ് നിരോധനം തുടങ്ങി. വൈദ്യുതി ഉൽപാദന നിലയങ്ങൾക്ക് ഏകീകൃത നിരക്ക് നടപ്പാക്കാൻ കേന്ദ്രം. चहमाई की शाम मीना के दर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. दर पर सफेद चादर है. एक और खाने पीने की चीजें रही है.
HSS Anjudan. Dear friends, today's topic is about reading habits. It is one of good habits. Reading newspapers helps us to know about the things happening in the world. गुलमोहर का जन्मदिन, संतोष साहिल। जगमई की शाम, मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है। दरी पर അശാന്തിയുടെ വേനലിലെ കുളിർ, കിണറുകൾ വറ്റിത്തുടങ്ങി, കുളങ്ങളും പുഴകളും വരണ്ടു, പച്ചനിറം മങ്ങി, പൊടിയും അഴുക്കും പുരണ്ട് ഭൂമി നാളേറെയായി. കുളിക്കാൻ ഒത്തിട്ടില്ലാത്ത മുഖപ്രകൃതിയോടെ വിളറിക്കിടന്നു. വല്ലപ്പോഴുമേ ഒരു ഇടയനക്കമുള്ളൂ. ഷിക്കിപ്പിടിച്ച് വീശുന്ന ആ കാറ്റും കൂടുകാറ്റും. ഇത്രയും COVID-19 outbreak has locked almost everyone in their home, isn't it? I am here to speak a few words on how to improve reading during this pandemic. While you are at home attending online classes, here is an opportunity for everyone to learn or explore world by staying at home. ഇത് എൻ്റെ അച്ഛൻ, ഇത് എൻ്റെ അമ്മ. എൻ്റെ അച്ഛൻ അമ്മ തന്ന സമ്മാന ബുക്കാണ് ബാലരമ. അതിലൊരു കഥയാണ് ഞാൻ വായിക്കുന്നത്. ആ കഥയുടെ പേര് അറബിക്കഥ. അനുജന്മാരെ, ഇതിൽ 1000 സ്വർണ്ണ നാണയങ്ങളുണ്ട്. ഞാൻ വിദേശത്തെ വ്യാപാരത്തിനായി പുറപ്പെട്ടു. നമ്മുടെ നാട്ടിൽ കച്ചവടം ചെയ്ത് കുറേ സമ്പാദ്യം കൂടി ഉണ്ടായിടും. ജി ശങ്കരക്കുറുപ്പ്, കുഞ്ചൻ നമ്പ്യാർ, കുഞ്ചിക്കുട്ടൻ തമ്പുരാൻ, വയലാർ, ലംകി വാസുദേവൻ നായർ, ചങ്ങപ്പുഴ, വള്ളത്തോൾ, തകിഴി. തിങ്കളും താരങ്ങളും തൂവലേ കതിർച്ചിന്നു തിങ്കമാം വണിഞ്ചതിൽ ലാളന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരിവാനം ഇന്നിതാ ജീവിക്കുന്നു പലുഴി ചിതറുന്നു. നമസ്കാരം, എൻ്റെ പേര് അജിഷൻ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട കേരള പാഠാവലിയിലെ ആമുഖമാണ്. പ്രിയ വിദ്യാർത്ഥികളെ, മലയാള ഭാഷയുടെ മധുരം നുകരാൻ നിങ്ങൾക്കായി ഒരുക്കിയതാണ് ഈ പാഠപുസ്തകം. നമ്മുടെ മാതൃഭാഷയെ ക്ലാസിക് ഭാഷകളിൽ ഒന്നായി ഭാരത സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണല്ലോ. അറിവിൻ്റെ ഉയരങ്ങൾ കീഴടക്കാൻ മാതൃഭാഷയിലൂടെ നമുക്ക് കഴിയും. വായന വേണം അറിവ് നേടാൻ, കഥകൾ, പാട്ടുകൾ, പൊതുവിജ്ഞാനം, കളിയും കാര്യവും ഇങ്ങനെ പലതും. വായനാ ദിനമായി ആചരിക്കുന്നു. അറിവ് നമ്മെ തേടി വരില്ല, അതിനെ തേടി നാം പോവേണ്ടതായിട്ടുണ്ട്. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, വായിക്കുക. ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. ആ 1 മണിക്കൂറാണ് ജീവിതത്തിൽ പല മാറ്റങ്ങളും വരുത്തുന്നത്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ആദർശഭൂതഃ സംസ്കൃതഗ്രാമः ഇയം ആകാശവാണി सम्प्रति वार्ताः श्रूयन्ताम्. प्रवाचक आन्मरिय संस्कृतशब्दश्रवण मात्रेण एतानि वाक्यानि एव सामान्यजनानां मनसि स्फुरन्ति. समाजे संस्कृतभाषा कठिना वृथा इत्येवम् आदायः विरुद्ध प्रचाराः प्रचलिताः दृश्यन्ते. एषः प्रभावः सीता अन्वेषणया वानरः चतुर्दिश दिशु अगच्छत्. अमृतसु नेतृत्वे हनुमदादायः वानरः दक्षिणसमुद्रतीरं प्राप्ताः. तत्र लङ्कागमनया समुद्रलङ्घनविषये विचारविमर्शः जाताः. वानराः स्वस्य शक्तिपरिमितं प्राकटयत्. हनुमान् तु तूष्णीम् अधिष्ठत. तदा ऋषिराजः जाम्बावन् समीपं गत्वा पञ्चतन्त्रं तत्र पञ्चतन्त्राणि मित्रलाभः
മിത്രഭേദः കാकोലുകീയം ലപ്തപ്രണാശः അഭിരുഷീതകാരകം ച ഭവന്തി അമരശക്തിः महिला रोफ्यनामकस्य राष्ट्रस्य राजा आसीत् तस्य पुत्राः मूर्खः आसन् विष्णुशर्मा तान् पशुपक्ष्यादीनां कथानां सहायेन बुद्धिमतः अकारयत् तत्र मित्रभेदनामगत् तन्त्रादि सङ्कलितेयं कथा मूर्खाः नैरे वाहिनी काणाः उञ्जफलन्येतानि एतस्मादित रक्षा न भविष्यति निर्वादं वनप्रदेशं गुहा वा गच्छन्तु इति वानरास्तु इमा वाचः विगण्य पुनः तदेव अकुर्वन् सूजिमुखः पुनः पुनः अवदं किं वृत्तक्लेशेन इति तदा कश्चित् वृत्तवानराः उपदेशेन വ്യാതമൂർഖം വിസവ സംസ്കൃതം. അക്ഷരങ്ങളുടെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ചു നടത്തിയ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. വായന ശീലമാക്കിയാൽ നാം അറിയാതെ തന്നെ ഒരുപാട് നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു. വായനാശീലമുള്ള ഒരാൾക്ക് നല്ല ക്ഷമാശീലം കൈവരുന്നു, നല്ല ചിന്താശേഷി കൈവരുന്നു. വായന മനുഷ്യനെ പൂർണ്ണനാക്കും. നാം ഇന്ന് ജീവിക്കുന്നത് ഇന്റർനെറ്റിന്റെ ലോകത്താണ്. വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യം. പക്ഷെ ഒരു കാര്യം, സാമൂഹ്യ മാധ്യമങ്ങളുമായി സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷത്തേക്കാൾ എത്രയോ വലുതാണ് പുസ്തക വായനയിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്തോഷം. കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. അതുകൊണ്ട് കൂട്ടുകാരെ, നമുക്ക് പുസ്തകങ്ങളുമായി കൂട്ടുകൂടാം, വായന ശീലമാക്കാം. നന്ദി, നമസ്കാരം. വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നിടത്ത് ഇരുട്ട് കയറി വരുന്നില്ല. വായനയിൽ നിന്നുള്ള അറിവാണ് മനസ്സിൽ പ്രകാശം നിറയ്ക്കുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പലപ്പോഴും പറയുന്നത്. കണ്ണുകൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു വായനാ ദിനം കൂടി വന്നെത്തിയിരിക്കുകയാണല്ലോ. ജൂൺ 19 വായനാ ദിനമായി ആചരിച്ചു പോരുന്നത്. ജൂൺ 19 മുതൽ ഒരാഴ്ച കാലം വായനാ വാരമായി ആചരിക്കുന്നു. വായനാ തപസ്യായവർക്ക് വായനാ ദിനാചരണം വലിയ സന്തോഷമാണ് നൽകുക. വായനയോടുള്ള നമ്മുടെ ബന്ധം വെറും ദിനാചരണത്തിൽ ഒതുങ്ങിക്കൂടാ. അനിർവചനീയമായ അറിവനുഭവങ്ങൾ നേടിയെടുക്കാൻ പരന്ന വായനകൾ കൂടിയേ തീരും. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ച മുൻഗാമികൾ എല്ലാവരും തന്നെ നിരന്തര വായനയിലൂടെ അറിവന്വേഷണം നടത്തിയവരായിരുന്നു. Here to introduce a book that I have read. This is the book, Bible Comics Old Testament. The script of this book is written by Michael Karimattam and illustration is done by Benny and Devasi. In this book, the various incidents in Old Testament of Bible are illustrated in a very simple and interesting way. The content of the book is arranged in 2 volumes under 51 subtitles. എന്ന വിങ്ങിപ്പൊട്ടലാണ് പലർക്കും. പുസ്തകങ്ങൾക്ക് പ്രാധാന്യം ഇല്ലാതായിരിക്കുന്നു എന്ന പരാതിയും. പുസ്തക ലോകത്ത് മലയാളിയെ തിരിച്ചുവിടുവാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നുണ്ട്. ഇന്റർനെറ്റിന്റെ തരംഗം വായനയെ ഒരിക്കലും തടയുന്നില്ല എന്നതാണ് സത്യം. പക്ഷേ പുസ്തക വായനയുടെ സുഖം ഈ വായനയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും വായിക്കുവാൻ തയ്യാറെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. स्वर्गीय श्री P.N. पणकर के पुण्यतिथि पर हम बाजन दिवस के रूप में मनाते हैं. श्री P.N. पणकर ने कहा, पढ़ो और കോവിഡ് മഹാമാരി കാലത്ത് ഫോണിൽ കുത്തി കളിക്കാതെ പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കാം. ഈ കാലഘട്ടത്തിൽ വായന മരിക്കുന്നുവെന്നാണ് പലരും പറയുന്നത്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ഇന്റർനെറ്റും ഇമെയിലും വന്നതോടെ
പുതിയ ജനതയ്ക്ക് വായനവും കത്തെഴുത്തലും വേണ്ടാതായി. ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ് നാം ഏവരും. മലയാളികളുടെ വായനാശീലത്തിന് PN പണിക്കർ നൽകിയ സംഭാവനകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വലുതാണ്. मैं एक कविता आलापन करने जा रही हूँ। भारतवर्ष महान है, भारतवर्ष महान है, हम इसकी संतान है, इसका जग में मान है, तिरंगा इसकी शान है, हिमनक पहरेदार है, तीनों ओर सागर है, वीरम की यह खान है, ज्ञान का आगार है. വായനശീലമാക്കിയിടുക നാം, വായിച്ചാലേ വളരൂ നാം. വായന അറിവാണറിയുക നാം, അറിവിൻ നേട്ടം വലുതല്ലോ. The more things you will know. The more that you learn, the more places you will go. Why is reading important? Because it is good for your overall well-being. Reading is a very good habit, but that one to develop in our life. Once you start reading, your experience is a whole new world. Progress of a person, community and country to depends on its rich knowledge base. It depends on reading. आदरणीय अध्यापकों, मेरे प्यारे मित्रों, सभी को मेरा प्रणाम। आज वाचन दिवस है। वाचन योग्यता के बिना मनुष्य के जीवन में कई प्रकार की बाधाएं खड़ी हो जाती है। वाचन शिक्षा प्राप्ति में सहायक है। वाचन कौशल ज्ञानोपार्जन का साधन है। प्यारे मित्रों, हम इस कोरोना के अवसर पर बैठे ही वचन कर सकते हैं। हमारे मन को लुभाने वाले कोई भी पुस्तक पढ़ सकते हैं. വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നല്ല സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് അനിവാര്യമാണ്. നാം ഇന്ന് ജീവിക്കുന്നത് ഇന്റർനെറ്റിന്റെ ലോകത്താണ്. വിവരങ്ങൾ വിരൽ തുമ്പിൽ ലഭ്യമായ കാലം. തിരക്ക് പിടിച്ച സംഘർഷങ്ങൾക്കിടയിൽ വായനയെ നാം മറക്കുന്നു. കുഞ്ഞിന്റെ മാഷിന്റെ വാക്കുകൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. എത്ര അർത്ഥവത്താണ് ഈ വാക്കുകളാണത്. പ്രിയ കൂട്ടുകാരെ, ഈ ഇന്റർനെറ്റ് യുഗത്തിലും വായന ഒരു ശീലമാക്കി മാറ്റാം. പുസ്തകങ്ങളെ നമുക്ക് കൂട്ടുകാരാക്കി മാറ്റാം. വായന ഒരു ശീലമാക്കാം. എല്ലാവർക്കും ഞാൻ എന്റെ വായനാദിന ആശംസകൾ നേരുന്നു. നന്ദി. अंग्रेजी लेखक फ्रांसिस बेकन के अनुसार वाचन एक पूर्ण आदमी बनाता है. My privilege today being Reading Day to address all of you about the importance of reading. Why is reading important? It is important because it is a habit that can make you as a better person. Do you know that when we read, we not only fall in love with the character appearance, we fall in love with their words, their thought and their heart. We fall in love with their soul. Our teachers and parents teach us to read books from childhood. Do you know why? Because they know the importance of reading very well. Let me tell you some of the greatest benefit of reading. Reading increases your vocabulary power to great extent. Reading daily news, current affairs, articles helps to keep your knowledge up to date. And last but not the least, it is only through reading a person can develop the power of expression and feeling. मेरे प्यारे दोस्तों, आज जून 19 वाचन दिवस। इस शुभ अवसर पर पहले अपने सभी को वाचन दिवस की हार्दिक शुभकामनाएं। One child, one teacher, one pen and one book can change the world, says Malala. Thus it's true that we are locked in our homes due to COVID-19. But this is the right time to open to the wonderful world of books. Say goodbye to mobile games and tabs. Read at least one book in a week. Book is a gift that you can open again and again. There is no friend as loyal as a book. Books are our true companions. They comfort us and soothe our feelings. So, love books and enjoy reading. Don't let it die. It is through these books we are going to know our past as well as our country's past. We should develop a reading culture among us and in our future generation. So, develop a reading habit in you. Thank you.
പ്രയാസകരമാണ്. പഠിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് വായന. പഠിക്കുന്ന പുസ്തകങ്ങൾ മനസ്സിലാക്കി വായിച്ചാൽ പഠിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിരിക്കും. വായനയിലൂടെ പുതിയ അറിവുകൾ ലഭിക്കുകയും ചെയ്യും. പാഠപുസ്തകങ്ങൾ വായിക്കുന്നതോടൊപ്പം മറ്റു നല്ല പുസ്തകങ്ങൾ വീട്ടിലിരിക്കുന്ന സമയം വായിക്കാം. അതിലൂടെ വായനയെ മെച്ചപ്പെടുത്താനും സാധിക്കും. നന്ദി. Reading is a habit that can make a better person. Reading gives us knowledge. It makes us smart. Reading books like novels, biography, stories, poems, etc. entertains us. It helps us to relax our mind. Reading improves our concentration power and emotional health too. Books are one of the most powerful things in our world. We get vast knowledge from e-reading. They offer us good opportunities to gain knowledge. Great leaders make great writers, and great writers make great communicators, and great communicators make great press writers, and great press writers, and they make good society. With this, I conclude my speech. Thank you. वाचन के द्वारा हमारा ज्ञान बढ़ाता है. एक अच्छी किताब एक अच्छी शादी है. കോവിഡ് മഹാമാരി കാലത്ത് കുട്ടികൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയിട്ടില്ല. സ്കൂളുകളിലായിരിക്കുമ്പോൾ ഒഴിവു സമയങ്ങളിൽ പുസ്തകശാലകളിൽ പോയി കുട്ടികൾ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. പക്ഷേ എന്നാൽ എല്ലാവരുടെ മനസ്സിൽ നിന്ന് വായന ചെറിയപ്പെട്ടിരിക്കുന്നു. കാരണം आधुनिक जीवन प्रभात में भाग्य सेंट जोसेफ हायर सेकेंडरी स्कूल की विद्यार्थी हूँ. कुछ दिनों पहले मैंने गांधी जी की आत्मकथा पढ़ी, सत्य के साथ मेरा सहयोग. तो मैंने सोचा कि इस पुस्तक पढ़ने से जो विचार मेरे मन में आया है उसे आप सबसे क्यों न बांटूं. इस पुस्तक में ऐसा कुछ खास है कि हर भारतीयों को पढ़ना चाहिए. सबने हमसे यह तो जरूर कहा होगा कि हम इस पुस्तक को पढ़ना चाहिए, लेकिन किसी ने यह नहीं बताया कि हम इस पुस्तक को क्यों पढ़ना चाहिए. मैं इस पुस्तक के बारे में बताती हूँ. इस पुस्तक में अहिंसा के महत्व व सत्यवादी होने के बारे में याद दिलाती है. यह आत्मकथा उनके बचपन के दिनों से शुरू होकर दक्षिण अफ्रीका में उनका अनुभव, मोहन से महात्मा में उनका परिवर्तन. Good morning. I am Colin from +1A Science St. Joseph HSS Anjithangu. I am going to introduce a book that I have read. This is the book Bible Comics Old Testament. The script of this book is written by Michael Karimattam and illustration is done by Benny and Devasi. In this book, the various incidents in the Old Testament of Bible are illustrated in a very simple and interesting way. The content of this book is arranged in two. അറിവിൻ മുന്നിൽ ആരുടെ തലയും താഴ്ന്നിടുമെന്നും അറിയുക നാം. താഴ്ന്നിടുമെന്നും അറിയുക നാം. അറിവില്ലെങ്കിൽ നാമില്ല, വായിക്കാതെ വളരല്ലേ. വായന നൽകും ആനന്ദം, വായിച്ചാലേ അറിയൂ നാം. वाइचाले അറിയൂ നാം. प्रिय शिक्षकों एवं सहपाठियों को मेरा प्रणाम. दोस्तों, हम सब जानते हैं कि 19वीं जून वाचन दिन के रूप में मनाया जाता है. कोविड महारोग के इस नाजुक वातावरण में वाचन की प्राधान्यता और बढ़ गई है. इसके बारे में मैं आज यहाँ कुछ शब्द आपसे बोलना चाहूँगी. पढ़ना एक अच्छी आदत है, लेकिन यह बचपन से विकसित किया जाना चाहिए, क्योंकि बाद में हम इसके अधिग्रहण के लिए समय नहीं गोद सकते. पढ़ना में लाभ की एक अच्छी संख्या है. यह आनंददायक है. यह हमारे ज्ञान को बढ़ाता है. ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് എത്തിച്ച വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അറിവ് നേടുക എന്നത്. അതിന് ഏറ്റവും പ്രധാനം വായനയാണ്. വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടു വേണം നമ്മൾ വളരാൻ. എന്നാൽ ഇന്ന് വായന കുറഞ്ഞു വരികയാണ്. നമ്മുടെ പുതിയ തലമുറ മൊബൈലിലും കമ്പ്യൂട്ടറുമായി ചുരുങ്ങി പോകുന്നു. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിലും വളയും എന്ന കുഞ്ഞിനെ മാഷിന്റെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. पूज्य शिक्षकों को सादर प्रणाम. मैं यहाँ जो कविता प्रस्तुत करने जा रहा हूँ
वह नई पीढ़ी की कवयित्री श्रीमती सविता पाटिल जी की कविता संग्रह अनुभवों की गुलदस्ता से लिए गए एक प्रेरणादायक कविता है। कविता का नाम है एक उड़ान और भरो। हर बार मौका दो जिंदगी को, ना खुद को कभी निराश करो। हर बार मौका दो जिंदगी को, ना खुद को कभी निराश करो। तुम्हारे इंतजार में हैं कई खुशियाँ, ताकत दो अपने पंखों को, एक उड़ान और भरो। किनारों पर खड़े समंदर पार होते नहीं, किनारों पर खड़े समंदर पार होते नहीं। नभ को निहारने से चांद तारे मिलते नहीं। तोड़ो सीमाओं की, खुद को और काबिल करो, ताकत दो। അറിവുള്ളവരായി വളരുക നാം, തിരിച്ചറിവുള്ളവരായി വളരുക നാം. വായന നൽകും വാക്കിൻ ശക്തി, വാചാലത കൊണ്ടറിയുക നാം, വാചാലത കൊണ്ടറിയുക നാം. ജ്ഞാനം തന്നെ ജീവിത ലക്ഷ്യം, വായന തന്നെ സാധനയും. വായിച്ചറിവതു നേടുക, പിന്നെ വായിച്ചറിവ് പകർന്നിടുക, വായിച്ചറിവ് പകർന്നിടുക. നമസ്കാരം, ഞാൻ ഇന്ന് നിങ്ങളുമായി ഇവിടെ പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം വായനയുടെ പ്രാധാന്യം എന്നതാണ്. അറിവ് വർദ്ധിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് വായന. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായനയിൽ നിന്നും ലഭിക്കുന്ന അറിവും അനുഭവവും ജീവിത വിജയത്തിന് ഉപകരിക്കുന്നു. പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണ്. ഒരു നല്ല പുസ്തകം എപ്പോഴും നമ്മെ നന്മയിലേക്ക് നയിക്കും. വായിച്ചു എന്ന് വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികളിലൂടെ കുട്ടികളിൽ വായനാശീലം വളർത്തിയെടുക്കേണ്ട ആവശ്യകതയെ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ മുൻ രാഷ്ട്രപതിയും മഹാനായ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത്, ദിവസവും 1 മണിക്കൂർ വായനയ്ക്കായി നിങ്ങൾ മാറ്റിവെക്കൂ, അത് നിങ്ങളെ ഏതാനും നാളുകൾക്കുള്ളിൽ അറിവിന്റെ കേന്ദ്രമായി മാറ്റുമെന്നാണ്.